അവളുടെ കടഞ്ഞെടുത്ത അങ്കലാവണ്യം ഒരു നിമിഷത്തേക്ക് അവൻ നോക്കി നിന്നുപോയി. രുദ്രേട്ട, വിളച്ചിൽ അല്പം കൂടുന്നുണ്ട് കേട്ടോ. ദക്ഷ നേരിയതെടുക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു. ഹ, ഞാനൊന്ന് കാണട്ടെ പെണ്ണേ. അവൻ അവളെ ഒന്ന് അടിമുടി നോക്കി പറഞ്ഞതും പെണ്ണെന്നവന് ദേഷ്യത്തെ നോക്കി. എന്നിട്ട് വീണ്ടും നേരിയതെടുത്ത് മാറിലേക്കിട്ടു. ഡി, നിന്നോട് മലയാളം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്നില്ലേ പെണ്ണെ? രുദ്രൻ കുറുമ്പോടെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ഇരു ചുമലിലുമായി അവൻ്റെ കൈവച്ചു. പെട്ടെന്ന് ദക്ഷയെ വിറച്ചു പോയിരുന്നു. എന്തേ, പേടി തോന്നുന്നുണ്ടോ പെണ്ണെ? രുദ്രൻ ചോദിച്ചതും അവളിൽ വീണ്ടും വിറയിൽ പടർന്നു. ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഒന്ന് തൊട്ടിട്ട് പോലുമില്ലല്ലോ, പിന്നെന്താടി? അവൻ വീണ്ടും ചോദിച്ചു. ശേഷം അവൻ അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ എടുത്ത് പിടിച്ചപ്പോൾ പരൽമീനെ പോലെ പിടയുകയായിരുന്നു ആ മിഴികൾ. അവൻ തൻ്റെ മുഖം അല്പം താഴ്ത്തിക്കൊണ്ടുവന്ന് അവളുടെ വിടർന്ന നെറ്റിത്തടത്തിൽ ഒരു മുത്തം കൊടുത്തു. ചെറിയ കുറുനിരകൾ അവളുടെ നെറ്റിമേൽ താളം തുള്ളിയപ്പോൾ അവനത് തൻ്റെ വിരൽ കൊണ്ട് മാടി ഒതുക്കി. അവളുടെ പിടയുന്ന കൺപീലികളിലേക്ക് മെല്ലെ ഒന്നവൻ ഊതി. പെണ്ണിൻ്റെ ശ്വാസനിശ്വാസം അതുയർന്നു പൊങ്ങിയതും അതിൻ്റെ പരിണിതമെന്നോണം ആ മൃദുലതകളിലും ഒരു വേലിയേറ്റമുണ്ടായി. തൻ്റെ നിശ്വാസത്തെ അടക്കി നിർത്തുവാൻ പാടുപെടുന്നവളെ അവൻ ആർദ്രമായി നോക്കി നിന്നു. കളിയായി അവളുടെ നാസികയിലൊന്ന് അവൻ അമർത്തിപ്പിടിച്ചപ്പോൾ ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് അവനെ നെറ്റിച്ചുളിഞ്ഞവൾ നോക്കി. അവൾ എന്തോ പറയാൻ തുടങ്ങിയതും ആ അതരത്തിൽ അവൻ തൻ്റെ വിരൽ കൊണ്ടമർത്തി. പെട്ടെന്നവൾക്ക് തൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ പ്രകമ്പനം കൊള്ളും പോലെ തോന്നി. രുദ്രൻ തൻ്റെ വിരൽ ഒന്നുകൂടി ഒന്ന് അമർത്തി അവളുടെ അതരത്തിൽ ഒഴിഞ്ഞപ്പോൾ ദക്ഷ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അപ്പോഴേക്കും അവൻ അവളുടെ താടിത്തുമ്പ് തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് മുകളിലേക്ക് ഉയർത്തി. ശേഷം ഒരൽപ്പം കൂടി അവളിലേക്ക് മുഖം അടുപ്പിച്ചു. അവൻ്റെ താടി രോമങ്ങൾ തൻ്റെ കവിളിൽ പതിഞ്ഞപ്പോൾ ദക്ഷയുടെ അടിവയറ്റിൽ ഒരു മിന്നൽ പോലെയാണ് എന്തൊക്കെയോ പ്രകമ്പനങ്ങൾ നടക്കുന്നതായി അവൾക്ക് തോന്നിപ്പോയി. അതരവും തമ്മിൽ പരസ്പരം കെട്ടുപിണയാൻ അവിടെ അധികം നേരം വേണ്ടി വന്നില്ല. ആ നിമിഷം അവൻ ഇറുക്ക് പുണർന്നിരുന്നു. പെണ്ണിൻ്റെ ഉടൽ അവനിലേക്ക് പതിഞ്ഞപ്പോൾ ആ മൃദുലതകൾ അവൻ്റെ നെഞ്ചിൽ ഇക്കിളി കൂട്ടി. അറിയാതെ അവൻ്റെ വലങ്കൈ അവിടേക്ക് പതിഞ്ഞതും ദക്ഷ നിലത്തു നിന്ന് ഉയർന്നു പൊങ്ങി. നേരിയതിൻ്റെ ഇടയിലൂടെ അവൻ്റെ കൈകൾ അലയാൻ തുടങ്ങി. അപ്പോഴും ഒരു നാഗം കണക്കെ അവൻ്റെ അതരം അവളിലൂടെ ഉഴലുകയാണ്. ഒടുവിൽ നീണ്ട രുധിരത്തിൻ്റെ സ്വാദ് പടർന്നപ്പോൾ ഇരുവരും അകന്നു മാറി. സർജറി കഴിഞ്ഞിട്ട് എത്ര ദിവസമായിന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഏട്ടാ? ദക്ഷ തൻ്റെ ചുണ്ടുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അതിന് വേറൊന്നും ചെയ്തില്ലല്ലോ. എൻ്റെ പെണ്ണിനൊരു ഉമ്മ കൊടുക്കണമെന്ന് തോന്നി, അതങ്ങോട്ട് നിർവഹിച്ചു, അത്രയേ ഉള്ളൂ. നിഷ്കളങ്കനായി പറയുന്ന രുദ്രൻ്റെ നെഞ്ചിലേക്ക് അവൾ ചെറുതായൊന്ന് മുഷ്ടി ചുരുട്ടിയിടിച്ചു. ഇനി എത്ര നാൾ വേണം? അവൻ പെട്ടെന്ന് ചോദിച്ചു. എന്താ? അവളുടെ പുരികൻ ചുളിഞ്ഞു. അല്ല, മൊത്തത്തിലൊന്നറിയാൻ. ഓ അങ്ങനെ. കുറഞ്ഞത് 4-5 മാസം വേണം. എന്തേ? ഒന്നുമില്ല, വെറുതെ. അവൻ ചുമൽ ചലിപ്പിച്ചു. ദക്ഷ വാഷ്റൂമിലേക്ക് പോയി മുഖമൊക്കെ കഴുകി വന്നു. തൻ്റെ നേരിയതൊക്കെ നല്ല വൃത്തിയായിട്ട് ഉടുത്തിട്ട് വന്നപ്പോൾ രുദ്രൻ ദക്ഷ വാങ്ങിക്കൊടുത്ത ഓണക്കോടി ഇടുകയാണ്. ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ എന്ന് അവൾ ചോദിച്ചു. നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാം. അവൻ ദക്ഷയുടെ കവളിൽ ഒന്നു പിച്ചി. അമ്മ കൊടുത്ത മുല്ലപ്പൂവ് ദക്ഷയുടെ മുടിയിൽ ചൂടിക്കൊടുത്തത് രുദ്രനാണ്. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരിയായിട്ട് താഴേക്ക് വന്നോണം. ഞാനങ്ങോട്ട് ചെല്ലട്ടെ? രുദ്രൻ പറഞ്ഞതും ദക്ഷ ഒന്ന് ചിരിച്ചു. പിന്നെ എനിക്ക് സത്യത്തിൽ അങ്ങോട്ട് കൊതിയാവുക, നിയന്ത്രിക്കാനാവാത്ത കൊതി. അവൻ പറഞ്ഞപ്പോൾ അവൾ നാണത്താൽ പൂത്തെളിഞ്ഞു. ദക്ഷ ഒരുങ്ങി ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും അവളെ നോക്കുകയാണ്. അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ടായിരുന്നവൾ. തൻ്റെ മരുമകളെ ഭംഗിയോടെ കണ്ടപ്പോൾ ലക്ഷ്മിക്കായിരുന്നു ഏറെ സന്തോഷം. മോളെ, നീ എന്ത് ഭംഗിയാണെന്നോ, എൻ്റെ കുട്ടിക്ക് കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ.
ലക്ഷ്മി പറയുകയാണ്. സുനന്ദയും അമ്മയുമൊക്കെ അത് തന്നെ പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഓണസദ്യയൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ടാണ് ഇരുന്നത്. ദക്ഷയും രുദ്രനും അവരുടെ വീട്ടിലേക്കും പോയി. വൈകുന്നേരത്തോടെ മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടാണ് ദക്ഷ ഇറങ്ങിയത്. പോകുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അവൾ ഓണക്കോടി വാങ്ങി. ലക്ഷ്മിയും പ്രത്യേകം അവർക്കായി വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. പായസവും കായ ഉപ്പേരിയും ശർക്കര വരട്ടിയതും ഒക്കെ കൊടുത്താണ് ലക്ഷ്മി അവരെ പറഞ്ഞയച്ചത്. മക്കൾ വരുന്നത് കാത്ത് ലേഖ ഉമ്മർപ്പടിയിലുണ്ടായിരുന്നു. രുദ്രൻ്റെ വണ്ടി കണ്ടതും നിറഞ്ഞ പുഞ്ചിരിയോടെ അവർ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ദക്ഷയും അമ്മയെ കണ്ട് കെട്ടിപ്പിടിച്ച കവളിൽ മുത്തം കൊടുത്തു. അച്ഛൻ എവിടെയെന്ന് അവൾ ചോദിച്ചപ്പോൾ ഊണും കഴിഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. മോനെ കയറി വരൂ, അകത്തേക്കിരിക്കാം. അവർ വിളിച്ചപ്പോൾ രുദ്രൻ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. ലേഖയുടെ അമ്മ മരിച്ചതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും അവർക്കില്ല. അതുകൊണ്ടാണ് പായസവും കറികളുമൊക്കെ ലക്ഷ്മി കൊടുത്തു വിട്ടത്. എങ്കിലും രുദ്രൻ വരുന്നതുകൊണ്ട് അവർ കുറച്ച് പലഹാരങ്ങളും മറ്റും വാങ്ങി വെച്ചു. അവന് ചേനയും ചേമ്പുമൊക്കെ ഇഷ്ടമാണെന്ന് ദക്ഷ പറഞ്ഞതുകൊണ്ട് അതൊക്കെ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മക്കൾക്ക് കൊടുത്തു വിടാനായി. അമ്മയ്ക്ക് വാങ്ങിയ സാരി രണ്ടും ദക്ഷ ലേഖയെ കാണിച്ചു. എല്ലാം അവർക്ക് ഒരുപാട് ഇഷ്ടമായി. രുദ്രനും അന്ന് അവരോട് കാര്യമായിട്ടൊക്കെ സംസാരിച്ചു. അതായിരുന്നു ഏറെ സമാധാനവും സന്തോഷവും. കുറേ നേരം അമ്മയോടൊപ്പം ഇരുന്ന ശേഷം ഇരുവരും വീട്ടിലേക്ക് തിരികെ പോയി. അതുവരെയും വിശ്വനാഥൻ മടങ്ങി വന്നിട്ടില്ല. അച്ഛൻ മിക്കവാറും ഏതെങ്കിലും കള്ളുഷാപ്പിലായിരിക്കുമെന്ന് രുദ്രൻ ചോദിച്ചപ്പോൾ ദക്ഷ അവന് മറുപടിയും കൊടുത്തു. എന്തൊക്കെയായാലും എൻ്റെ അമ്മ സന്തോഷത്തിലാണ്, അതുമാത്രം മതി എനിക്ക്. അമ്മയെ നമ്മളോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അമ്മ അങ്ങനെ ഒന്നും വരില്ല. അച്ഛൻ എത്രമാത്രം ക്രൂരതകൾ കാണിച്ചെങ്കിലും അതൊക്കെ പുറത്ത് അമ്മ അച്ഛൻ്റെ കൂടെ നിൽക്കും. അച്ഛനില്ലാണ്ടൊരു ജീവിതം എൻ്റെ അമ്മയ്ക്കില്ല. അത്രയ്ക്ക് പാവമാണ് എൻ്റെ അമ്മ. ഒരു നെടുവീർപ്പോടെ അവൾ സീറ്റിലേക്ക് ചാരിക്കിടന്നു. ഓണമൊക്കെ ആഘോഷിച്ച് രുദ്രനും ദക്ഷയും തിരികെ മടങ്ങിയെത്തിയപ്പോൾ നേരെ 9 ആവാറായി. തറവാട്ടിൽ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ബന്ധുമിത്രാദികളൊക്കെയും മടങ്ങിപ്പോയി. അമ്മയും മുത്തശ്ശിയും കൂടി ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സ്വീകരണ മുറിയിലിരിക്കുന്നുണ്ട്. രുദ്രനും ദക്ഷയും കൂടി അകത്തേക്ക് കയറി വന്നു. ദക്ഷയുടെ വീട്ടിലെ വിവരങ്ങളൊക്കെ അവരിരുവരും ചോദിച്ചു. അച്ഛനെ കണ്ടില്ല എന്നും അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അവൾ പറഞ്ഞു. ദക്ഷയുടെ അച്ഛൻ ആളൊരു വല്ലാത്ത സാധനമാണെന്നുള്ളത് അവർക്കൊക്കെ അറിയാം. പിന്നെ കൂടുതലൊന്നും ചോദിച്ച് അവളെ വിഷമിപ്പിക്കുന്നില്ലെന്ന് മാത്രം. 10 ദിവസത്തെ ഓണാവധിയൊക്കെ കഴിഞ്ഞ് തനിക്ക് സ്കൂളിലേക്ക് പോകണമെന്നാണ് ദക്ഷ കരുതിയതെങ്കിലും രുദ്രൻ സമ്മതിച്ചില്ല. ഈ വർഷമേ ജോലിക്ക് പോവേണ്ടെന്ന് അവൻ തീർത്തു പറഞ്ഞു. അവൾ എന്തൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും രുദ്രൻ്റെ തീരുമാനത്തിനാണ് അവിടെ പ്രസക്തി. കാരണം ആരും ദക്ഷയോടൊപ്പം അവൾ പറയുന്നത് കേൾക്കാനില്ല. ഒടുവിൽ ദക്ഷ സ്കൂളിൽ ചെന്നിട്ട് ഹെഡ് മാസ്റ്ററെ കണ്ട് അവധിയെടുത്തു. രുദ്രനിടയ്ക്കൊക്കെ ഹൈദരാബാദ് ട്രിപ്പ് പോകേണ്ടി വന്നു. പുതിയ പുതിയ ബിസിനസ് സ്ഥലങ്ങളിലേക്ക് അവൻ ഉയർന്നു വരികയാണ്. ആരൊക്കെ ശ്രമിച്ചിട്ടും രുദ്രൻ്റെ വളർച്ചയെ തകർക്കാനായില്ല. ഈശ്വരവിശ്വാസവും മൈൻഡ് പവറും അതായിരുന്നു അവൻ്റെ ബാക്ക് ബോണ്. ട്രിപ്പുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രുദ്രൻ ദക്ഷയ്ക്കായി ഓരോരോ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊണ്ട് വരും. അവൻ്റെ പ്രണയവും ചുംബനവും ലാളനയും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവളും സന്തോഷത്തോടെ കഴിഞ്ഞു. ഇരുവർക്കും പരസ്പരം ഒരു നിമിഷം പോലും കാണാതിരിക്കാനാവില്ലാത്ത അവസ്ഥ. അവൻ ഓഫീസിൽ പോയാലും കൂടെ കൂടെ ദക്ഷയെ വിളിച്ച് അവളുടെ വിവരങ്ങൾ തിരക്കും. 2 മാസം ആവാറായപ്പോൾ ദക്ഷ ഏറെക്കുറെ ഓക്കെയായി വന്നു. അവളുടെ വേദനയും ക്ഷീണവും കുറവായി. ഇടയ്ക്കൊക്കെ ചെക്കപ്പിന് പോകുന്നുണ്ടായിരുന്നു. ഡോക്ടർക്ക് ഒരേയൊരു കാര്യം മാത്രമേ അവരോട് പറയാനുള്ളൂ. ദക്ഷ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. ഒപ്പം ബേബിയുടെ കാര്യത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഇനി വൈകിക്കൂടാ. ഒരു 3 മാസമെങ്കിലും കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ് ഇരുവരുടെയും തീരുമാനം. സർജറിക്ക് ശേഷം 3 മാസത്തെ റെസ്റ്റ് വേണമെന്ന് മുത്തശ്ശി അമ്മയൊക്കെ തീർത്തു പറഞ്ഞു. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇടയ്ക്കൊക്കെ ദക്ഷയുടെ വീട്ടിലവർ പോകാറുണ്ട്. ലേഖ മകളെ കാണാൻ ഇങ്ങോട്ടും വരും. അച്ഛൻ മാത്രം വന്നിരുന്നില്ല. രാധവല്യമ്മയും ഇപ്പോൾ ദക്ഷയോടങ്ങനെ കുത്തുവാക്കുകൾ അധികം പറയാനായി വരാറില്ല. അതവൾക്ക് ഏറെ സമാധാനമാണ്. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു.
ഇതിനോടിടയ്ക്ക് സുനന്ദയുടെ ഷാജിയുടെ മകൾക്ക് ഒരു വിവാഹ ആലോചന രുദ്രൻ കൊണ്ടുവന്നു. രുദ്രൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹോദരനാണ് പയ്യൻ. ആൾ ഡോക്ടറാണ്. അവർ ഫാമിലി കാനഡയിൽ സെറ്റിൽഡ് ആണെന്നൊരു പ്രോബ്ലമേ ഉള്ളൂ. വേറെ നോക്കിയാൽ അവരൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പയ്യനെ കണ്ടു കളയാമെന്ന് ഷാജി രുദ്രനോട് പറഞ്ഞു. അങ്ങനെ ഷാജിയും സുനന്ദയും കൂടി തറവാട്ടിലേക്ക് വന്നു. അവരുടെ മോൾ മണിക്കുട്ടിയും ഒപ്പം ഉണ്ടായിരുന്നു. പയ്യൻ അവധിക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തറവാട്ടിൽ വെച്ചാണ് പെണ്ണുകാണൽ ചടങ്ങ്. എല്ലാവർക്കും പയ്യനെയും അവൻ്റെ വീട്ടുകാരെയും ഒക്കെ ഇഷ്ടമായി. മണിക്കുട്ടിക്കും അതുപോലെ തന്നെ. അന്വേഷിച്ചിടത്തോളം അവർ ഓക്കെയാണെന്നാണ് രുദ്രന് ലഭിച്ച മറുപടിയും. ഒരേയൊരു മകൾ തങ്ങളെ വിട്ടുപോകും എന്നാണ് ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെയും ഏക ദുഃഖം. പിന്നെ എല്ലാവരും കൂടി അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഈ വിവാഹം തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചെറിയച്ഛൻ പറഞ്ഞു. 2 മാസത്തെ ലീവിനാണ് പയ്യൻ വന്നിരിക്കുന്നത്. അങ്ങനെ പിന്നീട് ആ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളായിരുന്നു. പയ്യൻ്റെ വീട്ടിലേക്ക് പെൺകുട്ടിയുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ പോയി. നാട്ടിൽ അവർക്കൊരു വീട് മാത്രമേ ഉള്ളൂ. അതുപോലെ 2-3 വർഷങ്ങൾ കൂടുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാലായി. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. വേഗം തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും രുദ്രൻ തിരക്കിൽ തന്നെയായിരുന്നു. അവനാണ് എല്ലാത്തിനും ഓടുന്നത്. അതിനോടിടയ്ക്ക് ഓഫീസിലെ കാര്യങ്ങൾ നോക്കണം. ഇടയ്ക്കൊക്കെ ദക്ഷ അവനോട് ചെറുതായി പിണങ്ങും. ഏട്ടനൊന്ന് കാണാൻ പോലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അവൾ മുറവിളി കൂട്ടാറുണ്ട്. അന്ന് രുദ്രൻ എത്തിയപ്പോൾ വെളുപ്പിന് 1:30 മണിയായി. ദക്ഷ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. ഇതാണോ രുദ്രേട്ടാ? 9 മണി. അവൾ ഇരു കൈകളും മാറിന് കുറുകെ പിണച്ചുകൊണ്ട് അവനെ ദേഷ്യത്തെ നോക്കി. ദക്ഷായുടെ ആകെ ബിസി ആയിരുന്നു. ഓഫീസിലെ കാര്യങ്ങൾ നിനക്കറിയാവുന്നതല്ലേ? ആയിക്കോട്ടെ, ഒരു കുടുംബം ഉണ്ടെന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്നു. അതൊന്നും ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. ഇങ്ങനൊരു പെണ്ണ് ഈ കുടുംബിനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും എൻ്റെ വർക്ക് ലേറ്റ് ആവുന്നത്. അത് ശരി, അതിനും ഞാനാണിപ്പോൾ കാരണക്കാരിയല്ലേ? ഈശ്വരാ, ഇവളെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും? അവൻ ദക്ഷയെ നോക്കി കണ്ണുരുട്ടി. അവനെ നോക്കി ഒന്ന് അമർത്തി മൂളിയിട്ട് ദക്ഷ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ദക്ഷ, 2 ആഴ്ച കൂടിയുള്ള വിവാഹത്തിന്. അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാവാം. രുദ്രൻ തൻ്റെ ഷർട്ടൂരി മാറ്റിക്കൊണ്ട് അവളോട് പറയുകയാണ്. സെറ്റാവാൻ വന്നേക്കുന്നു. ചുമ്മാ തള്ളി മറിക്കാതെ. ഇതൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ദക്ഷ അവനോട് കെറിവിച്ചു. എൻ്റെ പെണ്ണേ, നീ ഒന്ന് കുറച്ചുകൂടെ ക്ഷമിക്ക്. നമുക്കെല്ലാം സെറ്റാക്കാം. ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഏതൊന്നും അല്ലെന്ന് ദക്ഷയുടെ മുഖത്തേക്ക് നോക്കിയത്. രുദ്രന് ചിരി വന്നു. ഏട്ടൻ എന്താ കരുതിയേ? അതുതന്നെ. ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും കരുതിയിട്ടില്ല. ആണോ? എങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. മുഖം വേർപ്പിച്ചുകൊണ്ട് അവൾ കിടക്കയിലേക്ക് പോയി. രുദ്രൻ അവളുടെ കവിളിൽ ഒന്ന് അമർത്തി നുള്ളിയ ശേഷം കുളിക്കുവാനായി പോയി. ഒരസല് കുളിയൊക്കെ കഴിഞ്ഞ് അവനിറങ്ങി വന്നപ്പോൾ ദക്ഷ നല്ല ഉറക്കത്തിലാണ്. ദക്ഷ, അവൻ തോളിത്തട്ടി വിളിച്ചപ്പോൾ ദക്ഷ നെഞ്ചിലേക്ക് പതുങ്ങിക്കൂടി. എടാ, നീ ഉറങ്ങിയോ? അവൻ വീണ്ടും അവളെ ഒന്ന് ചെറുതായി പിടിച്ചു കുലുക്കി. ഉറക്കം വരുന്ന രുദ്രേട്ടാ. പിറുപിറുത്തുകൊണ്ട് ദക്ഷ തൻ്റെ വലങ്കൈ അവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്ന് കിടന്നു. ഇങ്ങനൊരു കുട്ടിക്കുറുമ്പി. അവനും തിരിഞ്ഞു വന്ന് അവളെ ഗാഢമായി ആശ്ലേഷിച്ചു. അവളുടെ നെറുകയിലൊന്ന് അമർത്തി ചുംബിച്ച ശേഷം പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് രുദ്രനും കണ്ണുകൾ അടച്ചു. തുടരും.